പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ രാജൻ തിരുവോത്ത്. മുഹമ്മദ് പേരാമ്പ്രയുടെ ജീവിതം പറയുന്ന ഒരു പുസ്തകം കെടാത്ത ചൂട്ട് എന്ന പേരിൽ ഈ മെയ് 31 പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സാംസ്കാരിക ഉത്സവത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങുകയാണ്. മുഹമ്മദ് പേരാമ്പ്രയും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് പേരാമ്പ്ര എൻ്റെ അയൽവാസിയാണ് പണ്ട്. ഇപ്പോഴാണ് കുറച്ച് വേറെ മാറി താമസമൊക്കെ. എൻ്റെ സമപ്രായക്കാരനാണ്. അതുകൊണ്ട് മുഹമ്മദ് പേരാമ്പ്രയുടെ ജീവിതത്തിൻ്റെ അകംപൊരുളും പുറംപൊരുളും പൂർണ്ണമായി അറിയുന്ന ഒരാളാണ്. കുറേ കഴിഞ്ഞപ്പോൾ, ഞങ്ങളുടെ കുട്ടിക്കാലം ഏതാണ്ട് കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് പേരാമ്പ്ര എങ്ങനെയാണെന്നറിയില്ല ചെന്നുപെട്ടത് നാടകത്തിലും നാടക അഭിനയത്തിലുമാണ്. അത് നിരന്തരമായ അഭ്യാസത്തിലൂടെ അയാൾ ഒരു തികഞ്ഞ നടനെന്ന പ്രതിഭാസത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ കർമ്മകാണ്ഡങ്ങളിൽ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ഞാനും ചെന്ന് വീണത് നാടകത്തിൽ തന്നെയാണ്. ഞാൻ ആദ്യകാലത്ത് 1974 തന്നെ എഴുതിയ പുതിയ ആധുനിക നാടകങ്ങളിൽ മുഴുവനും മത്സര നാടകങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് പേരാമ്പ്രയാണ് ആ നാടകത്തിലൊക്കെയുള്ള പ്രധാനപ്പെട്ട നടൻ. അതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് വെച്ചും ഏറ്റവും നല്ല നടനുള്ള സമ്മാനം അക്കാലത്ത് തന്നെ മുഹമ്മദ് പേരാമ്പ്ര കൈവശപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ എഴുതിയ നാടകങ്ങൾ, ആ നാടകങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രധാനമായിരുന്നു. അതേ സമയത്ത് തെരുവ് നാടകങ്ങളോ രാഷ്ട്രീയ നാടകങ്ങളോ അല്ല, രാഷ്ട്രീയ വിഷയങ്ങളെ കാണിക്കുന്ന നാടകങ്ങളാണ്. ആ നാടകങ്ങൾ കണ്ട അസഹിഷ്ണുക്കളായ ആളുകൾ എറിഞ്ഞ കല്ലുകൾ മുഴുവനും ചെന്ന് വീണത് മുഹമ്മദ് പേരാമ്പ്രയുടെ മേലാണ്. അദ്ദേഹത്തിനെ വേദനിച്ചപ്പോൾ മുഹമ്മദ് പേരാമ്പ്ര ചിരിച്ചുകൊണ്ട് ആ വേദന സഹിച്ചതാണ്. കാരണം അയാൾ നല്ലൊരു നടനാണ് എന്ന് എൻ്റെ നാടകത്തിലൂടെയും അയാളുടെ ജീവിതത്തിലൂടെയും സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയുള്ള മുഹമ്മദ് പേരാമ്പ്ര പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളിലും സിനിമയിലുമായി നിരവധി കാലഘട്ടം നടന്നു മുന്നോട്ട് പോവുകയും അദ്ദേഹം നടന്നു നീങ്ങിയ വഴികളിലെ മുള്ളുകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് തറച്ചു കയറി അദ്ദേഹത്തെ വേദനിപ്പിച്ചതെന്നുള്ളത് അദ്ദേഹം ഒരു ആത്മകഥാരൂപത്തിൽ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. ആ പുസ്തകമാണ് കെടാത്ത ചൂട്ട് എന്ന പേരിൽ മെയ് 31 പ്രകാശനം ചെയ്യപ്പെടുന്നത്. ആ പുസ്തകത്തിനും മുഹമ്മദ് പേരാമ്പ്രയ്ക്കും എൻ്റെ മനസ്സിൻ്റെ ഉൾക്കനിയിൽ നിന്ന് വരുന്ന എല്ലാ രീതിയിലുമുള്ള ഭാവുകങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.